നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ, പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വ്യാഴഗോചരം എങ്ങനെയാണ് മനസ്സിലാക്കുക. വ്യാഴം ജന്മക്കൂറിൽ നിന്നാൽ, 2-ൽ നിന്നാൽ, 3-ൽ നിന്നാൽ, അങ്ങനെ പറഞ്ഞ് 12 ഭാവങ്ങളിലും നിന്നാലത്തെ ഫലങ്ങളാണ് പറയണത്. ഇതെല്ലാം പൊതുഫലങ്ങളാണ് കേട്ടോ. ഇതൊരു നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല പറയണത്. നമ്മൾ വിശദമായിട്ടുള്ള വ്യാഴമാറ്റത്തിൻ്റെ 3 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് വ്യാഴമാറ്റം സമ്പൂർണ്ണ ഫലം, രണ്ടാമതായിട്ട് വ്യാഴമാറ്റത്തിലൂടെ ഏറ്റവും ആനുകൂല്യം വരുന്ന നക്ഷത്രക്കാർ, മൂന്നാമതായിട്ട് വ്യാഴമാറ്റത്തിലൂടെ ദോഷം വരുന്ന അല്ലെങ്കിൽ കരുതിയിരിക്കേണ്ട നക്ഷത്രക്കാരെ പറ്റിയിട്ട് 3 സമ്പൂർണ്ണമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അതിൽ പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൊതുവായിട്ട് വ്യാഴം, ഇപ്പോൾ ജന്മത്തിൽ വ്യാഴം വരിക, 2-ൽ വ്യാഴം വരിക, 3-ൽ വ്യാഴം വരിക, അങ്ങനെ 12 കൂറിലും ഉള്ള ആളുകൾക്ക് ഓരോ ഭാവത്തിലും വ്യാഴം വന്നാലത്തെ ഫലങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യണത്. മന്ത്രേശ്വരൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അതിൽ പ്രമാണം ഉദ്ധരിച്ചിട്ട് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രമാണം ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. എന്താപ്പോൾ അവരോട് ചെയ്യുക? ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിന് ജ്യോതിഷത്തിന് പ്രമാണം വേണം. ജ്യോതിഷം പറയണമെങ്കിൽ പ്രമാണം വേണം. പ്രമാണമില്ലാതെ പറയുന്ന കാര്യങ്ങൾ അത് നല്ല ദൈവജ്ഞന്മാരുടെ ഇടയിൽ അത് അംഗീകരിക്കപ്പെടില്ല. സ്വന്തം അഭിപ്രായമായിട്ടേ അത് കണക്കാക്കൂ. ഒരു ശാസ്ത്രം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കൃത്യത ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പ്രമാണ ശ്ലോകം പറയേണ്ടി വരും. ഇപ്പോൾ പല പ്രശ്നവേദികളിലൊക്കെ നമ്മൾ വെറുതെ പറയുന്ന നാവ് കൊണ്ട് ഒരു പ്രമാണം ഇല്ലാണ്ട് യുക്തിക്കനുസരിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തള്ളിക്കളയലാണ് പതിവ്. സാധാരണ അത് സ്വീകരിക്കൽ പതിവില്ല. ഉത്തമ ദൈവജ്ഞന്മാരുടെ ഇടയിൽ അത് സ്വീകരിക്കൽ പതിവില്ല. ശാസ്ത്രാനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അത് അംഗീകരിക്കാവൂ. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ശാസ്ത്രാനുമതിയുള്ള കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ ഇതിലൊരു പ്രമാണമുണ്ട്. മന്ത്രേശ്വരൻ്റെ അഭിപ്രായമാണ്. ജീവേ ജന്മനി ദേശനിർഗമമപ്യർത്ഥച്യുതിം ശത്രുതാം പ്രാപ്നോതി ദ്രവിണം കുടുംബസുഖമപ്യർത്ഥേ സ്വവാചാംഫലം ദുശ്ചിൽക്കേ സ്ഥിതി നാശമിഷ്ടയുവതിം കാര്യാന്തരായം രുജം ദുഃഖൈർബന്ധുജനോദ്ഭവൈശ്ച ഹിബുകേ ദൈന്യം ചതുഷ്പാദ്ഭയം എന്നുള്ളതാണ് എൻ്റെ പ്രമാണം. ഇത് 1 മുതൽ അവിടെ തുടങ്ങുകയാണ്. ഒന്നാമത്തെ ഭാവത്തിൽ, അതായത് ജന്മക്കൂറിൽ വന്നു കഴിഞ്ഞാൽ വ്യാഴം ലഗ്നത്തിൽ നിന്ന് ദേശം വിട്ടു പോകുന്നതാണ്. ജീവേ ജന്മനി, അതാണ് ജന്മവ്യാഴം നന്നല്ല എന്ന് പറയണതേ. ജന്മത്തിൽ വ്യാഴം വന്ന കേസരി യോഗം എന്ന് പറയുന്ന വിഡ്ഢിത്തരം ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ പോലെ അത് ജന്മവ്യാഴം എപ്പോഴും ദോഷമാണ്. ജന്മവ്യാഴത്തിൽ ദേശം വിട്ടുപോകുക. ശ്രീരാമൻ ജന്മദേശം വിട്ടുപോയത് ജന്മരാമവനോദുഃഖം ജന്മവ്യാഴത്തിലാണ്. അപ്പോൾ വ്യാഴം ജന്മത്തിൽ നിൽക്കുമ്പോൾ അതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജനിച്ച കൂറ് ഏതാണോ, ഈ കൂറ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക നമ്മൾ മേടക്കൂറ്, കാർത്തികയുടെ അവസാനത്തെ 3 പാദം രോഹിണി, മകീരത്തിൻ്റെ ആദ്യത്തെ 2 പാദം ഇടവക്കൂറ്, ഇങ്ങനെ ഓരോന്നിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവനവൻ്റെ ജന്മക്കൂറ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതിൻ്റെ ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് ഈ പറയുന്ന വിഷയങ്ങൾ കണക്കാക്കണം എന്നർത്ഥം കേട്ടോ. അപ്പോൾ വ്യാഴം ജന്മത്തിൽ നിന്ന് കഴിഞ്ഞാൽ ജീവേ ജന്മനി ദേശനിർഗമനമഭ്യർത്ഥച്യുതിം ശത്രുതാം എന്നാണ് ലഗ്നത്തിൽ. അതായത് ജന്മത്തിൽ വ്യാഴം നിന്നാൽ ദേശം വിട്ടുപോവുകയും അർത്ഥനാശം വരികയും ശത്രുക്കളുണ്ടാവുകയും ചെയ്യും എന്നാണ്. അപ്പോൾ ധാരാളം ശത്രുക്കൾ ഉണ്ടാവുക. ശ്രീരാമന് ശത്രു ഉണ്ടായി അല്ലേ? അതിഗംഭീരനായിരിക്കുന്ന രാവണൻ രാഘവൻ്റെ ശത്രുവായി തീർന്നു. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ദേശം വിട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടായി അല്ലേ? കൊട്ടാരം വിട്ട് കാട്ടിൽ പോകേണ്ട സാഹചര്യം വന്നു. ധനനാശങ്ങൾ വരിക, ധനത്തിന് അവനവൻ സ്വരൂപിച്ച് വെച്ച ധനത്തിന് നാശം വരേണ്ട സാഹചര്യം ഉണ്ടാവുക. അതൊക്കെ ജന്മവ്യാഴത്തിൻ്റെ ഫലമാണ്. പ്രാപ്നോതി ദ്രവിണം കുടുംബസുഖമഭ്യർത്ഥേ സ്വവാചാംഫലം. 2-ൽ വന്നാലോ, ജന്മക്കൂറിൻ്റെ 2-ൽ വന്നു കഴിഞ്ഞാൽ ധനവും കുടുംബസുഖവും ഉണ്ടാവുകയും അവനവൻ്റെ വാക്കിന് അംഗീകാരം കിട്ടുകയും ചെയ്യും. നമ്മളൊരാളോടൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് കൃത്യമായിട്ട് നിർവഹിക്കാൻ പറ്റുക എന്നുള്ളതൊന്ന്. രണ്ടാമത് അവനവൻ്റെ വാക്കിന് മാന്യത കിട്ടുക. നമ്മൾ പറയണത് സമൂഹം അംഗീകരിക്കപ്പെടുക. അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളത് തിരസ്കരിച്ചാൽ നമുക്ക് മോശമായി ഇല്ലേ? ആ വാക്ക് അംഗീകരിക്കപ്പെടണം. അപ്പോൾ അവനവൻ്റെ വാക്കിന് ബലമുണ്ടാകും. വാക്പതിയാണ് വ്യാഴം. 2-ൽ വ്യാഴം നിൽക്കുമ്പോൾ
അപ്പോൾ ജന്മക്കൂറിൻ്റെ 2 വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്ത് കുടുംബസുഖം ഉണ്ടാവുകയും അതേപോലെ തന്നെ ധനം ധാരാളം വന്നു ചേരുകയും വാക്കിന് മാന്യത കിട്ടുകയും ചെയ്യും. ഇനിയോ ദുശ്ചിൽക്കേ സ്ഥിതി നാശമിഷ്ടയുവതിം കാര്യാന്തരായം രുജം. 3 ദുശ്ചിൽക്കം ദുശ്ചിൽക്കേ സ്ഥിതിനാശം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ സ്ഥാനഭ്രംശം ഉണ്ടാവുമെന്നാണ്. സ്ഥാനാത്സവസ്ഥയ ഭ്രംശമതപ്പതനം എന്ന് പറയും. നല്ല സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ സ്ഥാനനാശങ്ങൾ വരിക. പിന്നെയോ ഇഷ്ടയുവതിയും ഇഷ്ടജനങ്ങളുമായിട്ടുള്ള വേർപാടുണ്ടാവുക. വിയുതി അകൽച്ച അല്ലെങ്കിൽ വേർപാടുണ്ടാവുക എന്നർത്ഥം. ഇഷ്ടക്കാർ സുഹൃത്തുക്കളോടൊക്കെ അനാവശ്യമായിട്ട് പിണങ്ങേണ്ട സാഹചര്യം ഉണ്ടാകാം. പിന്നെയോ കാര്യാന്തരായം രുജം രോഗം, കാര്യങ്ങൾക്ക് തടസ്സങ്ങളും രോഗങ്ങളും ഉണ്ടാകും. അപ്പോൾ 3-ാം വ്യാഴത്തിൽ ഇപ്പോൾ ഈ വീട് പണിയുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ വീട് പണിയുക, വാഹനം മേടിക്കുക, ഇതിനൊക്കെ തടസ്സങ്ങൾ വരിക. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ തടസ്സങ്ങൾ വരും എന്നർത്ഥം. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ടാവും. രോഗങ്ങളെ കൊണ്ട് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വരാം. പിന്നെയോ ദുഃഖേർ ബന്ധുജനോത്ഭവൈശ്ച ഹിബുകേ. ഹിബുകം എന്ന് പറഞ്ഞാൽ 4 ദൈന്യം ചതുഷ്പാദ്ഭയം. 4-ാം ഭാവ ജന്മക്കൂറിൻ്റെ 4 വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് ബന്ധുക്കൾ മൂലമുണ്ടാകുന്ന ദുഃഖത്താൽ ദീനത്വമുണ്ടാകും. അതായത് അവനവൻ്റെ ബന്ധുജനങ്ങളുടെ വേർപാടാണ് ജന്മക്കൂറിൻ്റെ 4-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം. പിന്നെയോ എന്ത് പറഞ്ഞു? ചതുഷ്പാദ് ഭയം, 4 നിന്ന് ഉണ്ടാകുന്ന ഭയം. നാൽക്കാലികളിൽ നിന്നുണ്ടാകുന്ന ഭയം. നാൽക്കാലി എന്ന് പറയുമ്പോൾ അറിയാലോ, വാഹനം കൊണ്ടുണ്ടാകുന്ന ആപത്തും നാൽക്കാലിയുടെ ഇതിൽ പെടും കേട്ടോ. 4 ചക്രം 4 വീലറേ, അതിൽ നിന്നുണ്ടാകുന്ന ആപത്തുകൾ അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ 4-ാം വ്യാഴം തന്നല്ല, പാണ്ഡവകുലം മുടിഞ്ഞു എന്നല്ലേ പറയാം. ബന്ധുക്കൾ മൂലമുണ്ടാകുന്ന ദുഃഖത്താൽ ദീനത്വം പാണ്ഡവകുലത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ആചാര്യൻ. 5 ബലം ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇനി 5 ചാരവശാൽ വ്യാഴം വരുന്ന സമയത്ത് പുത്രോൽപത്തിമുപൈതി സജ്ജനയുതിം രാജാനുകൂല്യം സുതേ. 5-ാം ഭാവത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ പുത്രോൽപത്തിയും സജ്ജന സംസർഗവും രാജാനുകൂല്യവും ഉണ്ടാകും. നമുക്ക് സർക്കാരിൽ നിന്ന് നേടിയെടുക്കേണ്ട കാര്യം, മന്ത്രിയായിട്ട് സംസാരിക്കേണ്ട കാര്യം, MLA ആയിട്ട് സംസാരിക്കേണ്ട കാര്യം, പഞ്ചായത്ത് മെമ്പറായിട്ട് സംസാരിക്കേണ്ട കാര്യം, പഞ്ചായത്ത് പ്രസിഡൻറ്റിനായിട്ടൊക്കെ സംസാരിച്ചാൽ കാര്യങ്ങൾ നേടിയെടുക്കാവും. 5-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ പുത്രോൽപത്തി ഉണ്ടാവും, നല്ല സന്താനങ്ങളുടെ ജനനമുണ്ടാകും, സജ്ജന സംസർഗമുണ്ടാകും, നല്ല ആളുകളുമായിട്ടുള്ള സംസർഗം. സജ്ജനങ്ങളായിട്ട് കൂടി കഴിഞ്ഞാൽ ആ കൂട്ടുകൂടുന്ന ആളുകൾക്ക് ഗുണമുണ്ടാവും എന്നർത്ഥം. അപ്പോൾ സജ്ജന സംസർഗം ഉണ്ടാകും. അതേപോലെ തന്നെ നല്ല ഗുരുക്കന്മാരെ കണ്ടെത്തുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഗുരുവിനെ അന്വേഷിച്ചിറങ്ങുന്ന ആൾക്കാർ അന്നും ഇന്നും ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഉത്തരേന്ത്യയിലേക്കൊക്കെ ഗുരുവിനെ അന്വേഷിച്ച് പോകാറുണ്ട്. ഉത്തരേന്ത്യയിലേക്കൊന്നും പോകണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ഗുരുക്കന്മാരുണ്ട്. അവരോട് നല്ലപോലെ കൂടി കഴിഞ്ഞാൽ അവനവൻ്റെ ഈ ഗുരു എന്ന് പറയുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നവെന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല ഉപദേശകർത്താക്കന്മാരെ കിട്ടുക. അതൊക്കെ 5-ൽ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടാവും. രാജാനുകൂല്യം ഉണ്ടാകും, രാജാവിനോട് അനുകൂലത ഉണ്ടാകും. ഞാനപ്പോൾ അതിപ്പോൾ വേണ്ട, അവിടെ ഇരിക്കട്ടെ. ഷഷ്ടേ മന്ത്രിണി പീഠയന്തിരിപവ സംജ്ഞാതയോ വ്യാധയ. 6-ൽ വ്യാഴം, അതായത് 6-ാം വ്യാഴം ജന്മക്കൂറിൻ്റെ 6-ൽ വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ ശത്രുപീഠയുണ്ടാകും. ഷഷ്ടേ മന്ത്രിണി പീഠയന്തിരിപവ. ശോഭനകർമ്മം, അതേപോലെ തന്നെ രോഗങ്ങൾക്ക് ഇടണ്ടാവുക, ശത്രുക്കൾ വർദ്ധിക്കുക, രോഗങ്ങൾ നേരിടേണ്ടി വരിക, പലതരം രോഗങ്ങൾ. വ്യാഴം, അതിൽ വേറൊരു യുക്തിയുണ്ട്. വ്യാഴം ജന്മക്കൂറിൻ്റെ 6-ാം ഭാവം ഏതംഗമായിട്ടാണോ വരുന്നത് ആ അംഗത്തിൽ രോഗം ഉണ്ടാവുക എന്നർത്ഥം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 6-ാം വ്യാഴം കുംഭക്കൂറുകാർക്കാണ് അല്ലേ. ഈ കുംഭക്കൂറുകാർക്ക് ചാരവശാൽ 6-ൽ വ്യാഴം സഞ്ചരിക്കുന്നത് അത് മൂർധാസ്യ ഗളസ്കന്ധ. സ്കന്ധം എന്ന് പറയുമ്പോൾ ചുമലിന് താഴെ, ചുമലിൽ രോഗം വരിക, അതേപോലെ തന്നെ ഹൃദയഭാഗത്തിൽ പ്രശ്നങ്ങൾ വരിക. ഇത് 6-ാം വ്യാഴം ഉണ്ടാവും. അപ്പോൾ അതാ പറഞ്ഞത് 6-ാം ഭാവത്തിന് പറഞ്ഞ അംഗത്തിന് രോഗമുണ്ടാകുക, അങ്ങനെ മനസ്സിലാക്കണം അത് കേട്ടോ. അപ്പോൾ പലതരം രോഗങ്ങളും അതേപോലെ തന്നെ 6-ാം ഭാവം പറയുന്ന രാശിക്ക് പറഞ്ഞ രോഗങ്ങളും ആ രാശിയുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും. ശത്രുക്കൾ ധാരാളം വന്നു ചേരും. പിന്നെയോ യാത്രാം ശോഭനഹേതവേ വനിതയാ സൗഖ്യം സുതാപ്തിം സ്മരേ. യാത്രാഭാവം എന്ന് പറയുമ്പോൾ 7-ാം ഭാവം ജന്മക്കൂറിൻ്റെ 7-ൽ
വ്യാഴം സഞ്ചരിക്കുമ്പോൾ ശോഭന കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്ര പോകേണ്ടി വരും. അവിടെ കേസരി യോഗം അല്ല പറഞ്ഞത്, കണ്ടോ. ഇതൊന്നും കേസരി യോഗമായിട്ട് ബന്ധമൊന്നുമില്ലാന്നേ. നമ്മൾ യോഗം പറയുന്ന സമയത്ത് ചന്ദ്രൻ്റെ കീഴിൽ വ്യാഴം വന്നാൽ കേസരി എന്ന് പറയും, അല്ലാണ്ട് ചാരഫലത്തിലേക്കൊന്നും ഈ യോഗങ്ങളൊന്നും എടുക്കില്ല കേട്ടോ. പിന്നെ പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ ആര് പറഞ്ഞതാ വിശ്വസിക്കുക എന്നൊക്കെ. ശാസ്ത്രത്തിൻ്റെ അഭിപ്രായം, അതിലല്ലേ പ്രമാണം ചൊല്ലി പറയണത്. ശാസ്ത്രത്തിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രത്തിൻ്റെ അഭിപ്രായം പറയണത്. അത് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ പറയണത് വ്യക്തിപരമാകും. അത് വെറുതെ അടിക്കുന്നൊരു ഡയലോഗാണ്. എല്ലാ പ്രാവശ്യവും ഈ വ്യാഴമാറ്റം ശനിമാറ്റം രാഹു ഇതുമാറ്റമൊക്കെ പറയുമ്പോൾ വെറുതെ മെസ്സേജ് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ള ആൾക്കാരുണ്ടാവും. ഇതൊന്നും മനസ്സിലാവില്ല, പറഞ്ഞതൊറ്റൊന്നും അറിയില്ല, അതിനായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. എന്തെങ്കിലും നെഗറ്റീവ് എഴുതാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും. അവർ പറയും ഇതിലിപ്പോൾ ആര് പറഞ്ഞത് വിശ്വസിക്കുക. ഇവർ ആര് പറഞ്ഞതും കേട്ടിട്ടുണ്ടാവില്ല. ഇവരെന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ അത് മുഴുവൻ കേൾക്കാനുള്ള മനസ്സില്ലാണ്ട് ഒരു അഭിപ്രായം എഴുതുകയാണേ. ശാസ്ത്രാഭിപ്രായം ഉണ്ട്, അതിനാ പ്രമാണം ചൊല്ലിയിട്ട് പറയണത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ജന്മക്കൂറിൻ്റെ 7 വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശോഭന കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര പോകേണ്ടി വരിക. പുണ്യതീർത്ഥ സ്നാനങ്ങളിലൊക്കെ പോകുക എന്നർത്ഥം. സ്ത്രീ സൗഖ്യവും പുത്രലാഭവും ഉണ്ടാവുകയും, സ്ത്രീ സൗഖ്യം അതായത് വിവാഹം പോലെയുള്ള കാര്യങ്ങൾ, സ്ത്രീലാഭം ഉണ്ടാവുക എന്നർത്ഥം. വിവാഹം ഉറക്കുക, കുറേ കാലങ്ങളായിട്ട് അന്വേഷിച്ച് നടക്കാത്ത ആൾക്കാർക്ക് വിവാഹം ഉറക്കുക പോലെയുള്ള കാര്യങ്ങളും, സന്താനം ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളൊക്കെ സന്താന ലാഭമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ ഈ IVF ഒക്കെ ചെയ്യാൻ കാത്തിരിക്കുന്ന ചില ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ആനുകൂല്യമാണ്. അവർ ഈ ഒരു വർഷം അതിനുവേണ്ടി ശ്രമിച്ചോളൂ കേട്ടോ. നിങ്ങൾക്കത് കാര്യം നേരെയായിട്ട് വരും. ജന്മക്കൂറിൻ്റെ 7 വ്യാഴം സഞ്ചരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ആനുകൂല്യമൊക്കെ പ്രതീക്ഷിക്കാം. മകരക്കൂറുകാർക്കാണ് 7 വ്യാഴം പ്രാവശ്യം വരുന്നത്. പിന്നെ അഷ്ടമത്തിൽ വ്യാഴം വന്നാലോ, മൃത്യു ക്ലേശമരിഷ്ടമഷ്ടമഗതേ നഷ്ടം ധനൈഹി കഷ്ടതാം. അഷ്ടമവ്യാഴം അതികഷ്ടമാണെന്ന് പറയാം. പൊതുവേ വ്യാഴം 8 നിന്നാലും ദോഷം തന്നെയാണ് പറയൽ. അഷ്ടമവ്യാഴത്തിൽ ജന്മക്കൂറിൻ്റെ 8 വ്യാഴം വരുന്നത്, ധനുക്കൂറുകാർക്കാണ് പ്രാവശ്യം 8 വ്യാഴം വരുന്നത്. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും? ധനനഷ്ടവും കഷ്ടതയും അനുഭവിക്കേണ്ട സാഹചര്യമുണ്ടാകും. അപ്പോൾ അതാണ് 5 മുതൽ 8 വരെയുള്ള ഭാവങ്ങളിൽ ജന്മക്കൂറിൽ വ്യാഴം വന്നാലത്തെ ഫലങ്ങൾ. ഇനി 9 മുതൽ 12 വരയ്ക്ക് നമുക്ക് നോക്കാം. ഭാഗ്യേ ജീവ സർവസൗഭാഗ്യസിദ്ധിം. ഭാഗ്യം എന്ന് പറഞ്ഞാൽ 9ാം ഭാവമാണ് കേട്ടോ. ജന്മക്കൂറിൻ്റെ 9ൽ വ്യാഴം ഗോചരസ്ഥാനാണേ. വ്യാഴം സർവ്വസൗഭാഗ്യസിദ്ധി ഉണ്ടാവും എന്നൊരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. ഭാഗ്യേ ജീവ സർവ്വസൗഭാഗ്യസിദ്ധിയും, സർവ്വവിധ സൗഭാഗ്യങ്ങളും അതിലെല്ലാം ഉൾപ്പെട്ടു. അവനവൻ്റെ പുണ്യം, ധർമ്മം, ദയ എല്ലാം അതിൽ ഉൾപ്പെട്ടു. സർവ്വസൗഭാഗ്യങ്ങളും 9ൽ വ്യാഴം വരുമ്പോൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ വ്യാഴത്തിന് അഷ്ടവർഗ ബലം ഉണ്ടാവണം കേട്ടോ. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്തെ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ചില ആൾക്കാർക്ക്, ഇപ്പോൾ കർക്കിടകത്തിലെ വ്യാഴത്തിന് അഷ്ടവർഗത്തിൽ പൂജ്യമുള്ള ആൾക്കാരുണ്ടാവും. അവർക്കിപ്പോൾ ഈ വ്യാഴമാറ്റമൊന്നും ചിലപ്പോൾ അത്രമേൽ അനുകൂലം കിട്ടിയില്ല എന്ന് വരും. അല്ലെങ്കിൽ മോശപ്പെട്ടൊരു ദശ, അതിൻ്റെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് വ്യാഴം മാറിയതുകൊണ്ടൊന്നും സംഭവിക്കും തോന്നുന്നില്ല. കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടൊരു കാര്യം മാത്രമാണ് ഈ വ്യാഴമാറ്റം അല്ലെങ്കിൽ ചാരഫലം എന്ന് പറയണത്. എന്നാലും അതിൻ്റേതായൊരു ഫലം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ അഷ്ടവർഗം നോക്കുക. അഷ്ടവർഗം എന്ന് പറഞ്ഞ ബലമാണ് ഏറ്റവും ടോപ്പ് ബലം. അഷ്ടവർഗത്തിൽ ഇപ്പോൾ കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുന്ന ആളുകൾക്ക് അഷ്ടവർഗ ബിന്ദുക്കൾ 3, 2, 1 പൂജ്യമൊക്കെ വലിയ കാര്യമായിട്ടൊന്നും മാറ്റുന്നുണ്ടാവില്ല. ഉച്ചത്തിലാതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അഷ്ടവർഗത്തിൻ്റെ ബലം ഇല്ലെങ്കിൽ 5 5 മേലെ ഉണ്ടെങ്കിലോ അത് ഗുണത്തിൽ വരും, അല്ലാച്ചാൽ അത് ദോഷമായിട്ട് തന്നെ വരാം. കർമ്മന്യസ്ത സ്ഥാനപുത്രാദിപീഠം, കർമ്മണ്യർത്ഥസ്ഥാന പുത്രാദിപീഠം എന്ന് 10 വ്യാഴം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 10ാം വ്യാഴത്തിൽ അർത്ഥത്തിനും സ്ഥാനത്തിനും പുത്രന്മാർക്ക് നാശം ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കർമ്മണ്യർത്ഥസ്ഥാന പുത്രാദിപീഠം, പീഠ എന്നുള്ള ശബ്ദത്തിൽ ഇതെല്ലാം വിട്ടു. അവനവൻ്റെ തൊഴിൽ വിട്ടു, അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾ വിട്ടു. പ്രമോഷൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് നടക്കാൻ സാധ്യത കുറവാണ്. പുത്രൻ എൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഈ സമയത്ത് ജാതകം നോക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് 10ാം വ്യാഴം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പ്രമോഷന് വേണ്ടി ശ്രമിക്കേണ്ട, ഈ വർഷം കഴിഞ്ഞിട്ട് മതി, അടുത്ത ജൂൺ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അത് ശിരസാവിച്ചു. ഓക്കെ ശരി, സമ്മർദ്ദം വരുന്നത് പുതിയ ഗവൺമെൻറ്റൊക്കെ വന്നപ്പോൾ അർഹതയുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ സ്ഥാനമോഹിയൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു അങ്ങനെ കൊടുത്താൽ നന്നാവുമോ എന്നുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ വേണ്ട, 10ാം വ്യാഴം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. 11-ലാണെങ്കിലോ ലാഭേ പുത്രസ്ഥാനമാനാദിലാഭം. ഇത് കണ്ടിട്ടാണ് അത് പറഞ്ഞത്. 11-ലേക്ക് വ്യാഴം വരണ സമയത്ത് എന്തുണ്ടാവും? പുത്രന്മാരും സ്ഥാനമാനലാഭവും മറ്റും സിദ്ധിക്കും എന്നാണ്. എല്ലാ തരത്തിലുള്ള സ്ഥാനമാനാദിലാഭം ഉണ്ടാവും. ചോദിക്കേണ്ട തന്നെ ഇങ്ങോട്ട് കിട്ടും. അർഹതയുണ്ട്, അതിങ്ങോട്ട് വരുന്ന ചെയ്യും. 12-ലോ രിഭേ ദുഃഖം
സാധ്വസംദ്രവ്യഹേതോഹോ. റിഫം എന്ന് പറയുമ്പോൾ 12 വന്നാൽ ദുഃഖമുണ്ടാവും, ദ്രവ്യത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകയും ചെയ്യും. 12-ാം വ്യാഴത്തിൽ ധനനഷ്ടം, അതായത് ചിങ്ങക്കൂറുകാർക്കാണ് അപ്പോൾ 12-ലെ ചാരവശൽ വ്യാഴം വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കൂറിൻ്റെയും എന്ന് പറഞ്ഞു ഒരു സംശയം കൂടിയും വരാം. അതിപ്പോൾ മേടക്കൂറ്, ഇടവക്കൂറ്, ഇതൊക്കെ ഈ ആൾക്കാർക്ക് ഇതിപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ മേടക്കൂറിൽപ്പെട്ട ആളുകൾക്ക് ഇപ്രാവശ്യം വ്യാഴം ചാരവശാൽ 4-ലേക്കാണ് വരുന്നത്, ജന്മക്കൂറിൻ്റെ 4-ലേക്കാണ്. ഇടവക്കൂറിൽപ്പെട്ട ആളുകൾക്ക് 3-ലേക്ക്, മിഥുനക്കൂറിൽപ്പെട്ട ആളുകൾക്ക് 2-ലേക്ക്, കർക്കിടകക്കൂറിൽപ്പെട്ട ആളുകൾക്ക് ജന്മത്തിലേക്ക്, ചിങ്ങക്കൂറിൽപ്പെട്ട ആളുകൾക്ക് വ്യാഴം 12-ലേക്ക്, കന്നിക്കൂറിൽപ്പെട്ട ആളുകൾക്ക് വ്യാഴം 11-ലേക്ക്, തുലാക്കൂറിൽപ്പെട്ട ആളുകൾക്ക് വ്യാഴം 10-ലേക്ക്, വൃശ്ചികക്കൂറിൽപ്പെട്ട ആളുകൾക്ക് വ്യാഴം 9-ലേക്ക്, ധനുക്കൂറിൽപ്പെട്ട ആളുകൾക്ക് വ്യാഴം 8-ലേക്ക്, അഷ്ടമവ്യാഴം എന്ന് പറയും. മകരക്കൂറിൽപ്പെട്ട ആളുകൾക്ക് വ്യാഴം 7-ലേക്ക്, കുംഭക്കൂറിൽപ്പെട്ട ആളുകൾക്ക് വ്യാഴം 6-ലേക്ക്, മീനക്കൂറിൽപ്പെട്ട ആളുകൾക്ക് വ്യാഴം 5-ലേക്ക്. അപ്പോൾ ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാർ അതൊക്കെ പിന്നെ അറിയണതാണ്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതൊക്കെ കൂറിലാണ് ഏതൊക്കെ നക്ഷത്രങ്ങൾ വരിക എന്നുള്ളത് ഒട്ടുമിക്ക ആളുകൾക്കും 90% ആളുകൾക്കും അറിയുണ്ടാവും. അത് തീരെ അറിയാത്ത ആളുകൾക്ക് മാത്രമേ അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അതിന് നമ്മളുടെ സമ്പൂർണ്ണ വ്യാഴബലം മാറ്റങ്ങൾ അത് കാണാം കേട്ടോ. അതിൽ അഷ്ടവർഗം ഒക്കെ ബന്ധപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് എത്ര പറഞ്ഞാലും സംശയങ്ങൾ അധികരിക്കാം. നിങ്ങളെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി ചോദിക്കൂ. പറ്റാവുന്ന ആളുകൾക്ക് അധികം കമൻറ്റ് വരുമ്പോഴാണ് നമുക്ക് സംശയ നിവാരണം വരുത്താൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ യൂട്യൂബിൽ വരുന്നതിനേക്കാൾ കൂടുതൽ പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട്. പല വീഡിയോകൾക്കും അത് അങ്ങോട്ട് ടാഗ് ചെയ്തിട്ട് അവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാവുന്നതാണ്. അധികം കൺസൾട്ടേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം വാട്സപ്പ് ഉപയോഗിക്കുക. ബാക്കിയെല്ലാം യൂട്യൂബിൽ തന്നെ ചോദിച്ചാൽ അതെല്ലാവർക്കും കാണാനും പറ്റുമല്ലോ. പേഴ്സണലായിട്ട് ചോദിക്കുന്നതിനേക്കാളും നല്ലത് പബ്ലിക്കായിട്ട് ചോദിച്ചാൽ എല്ലാവർക്കും അത് കാണാനും മനസ്സിലാക്കാനും അതേ സംശയമുള്ള ആളുകൾക്ക് ഒരു നിവാരണം വരും, സംശയ നിവാരണം വരും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആസ്ട്രോമീഡിയയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. പുതിയ എന്തെങ്കിലും വിഷയങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ അതൊക്കെ പറയാം. നമുക്ക് എത്രയോ വർഷങ്ങൾ സംസാരിക്കാനുള്ള കാര്യം ഇനിയുണ്ട്. നമ്മളുടെ ചാനലിൽ 400 ചില്ലാനം വീഡിയോസ് ആയിട്ടുണ്ട്. അതൊക്കെ ശാസ്ത്രീയമായിട്ട് പ്രമാണപുരസരം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അത് കാണണമെങ്കിൽ അത് കണ്ടത് നല്ലതാണ്. കാരണം കുറേ അറിവ് നമുക്കതിൽ നിന്ന് കിട്ടും. നല്ലൊരു വീഡിയോ ലൈബ്രറി നമുക്കതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. അതുവരയ്ക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.